ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം നാട്ടിലെത്തി വോട്ട് ചെയ്ത കുറേ ബാംഗ്ലൂർ മലയാളികളുണ്ട്. അവരൊക്കെ കടുത്ത നിരാശയിലാണ്. സത്യത്തിൽ ഈ കേരളത്തിലെ ഒരു ഭരണമാറ്റം സംഭവിച്ചു, അതിനു വേണ്ടി കൂടി വോട്ട് ചെയ്യാൻ വന്ന ആളുകളാണ് എല്ലാവരും. ഇതിപ്പോൾ ഒരു വളരെ രസകരമായ തമാശയായിട്ട് മാറിയിരിക്കുകയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്. ഇതുപോലെ കോമാളിത്തം, ഇതുപോലെ അധികാരമോഹം പണ്ട് കരുണാകരനും ആൻ്റണിയും തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. അതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം. സത്യത്തിൽ VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹൻ. കാരണം കുറേ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെ പറയുമെങ്കിലും പുള്ളിയുടെ ഒരു ഫൈറ്റ് ഇതിനകത്തുണ്ട്. ഈ UDF മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുള്ളിയുടെ ഒരു ഫൈറ്റ് ഉണ്ട്. അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അത് പുള്ളി അർഹിക്കുന്ന ഒരു ഇതാണ് മുഖ്യമന്ത്രി സ്ഥാനം. അങ്ങനെ അവർ ചെയ്തില്ലെങ്കിൽ, മിക്കപ്പോഴും കോൺഗ്രസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഒരു സ്തുതിപാഠക വൃന്ദം, ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്നത് വെറും സ്തുതിപാഠക വൃന്ദമാണ്. അതിൻ്റെ മുന്നണിയിലുള്ള ആളാണ് KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാലിനെ അവർ പ്രിഫർ ചെയ്യാനാണ് സാധ്യത. പക്ഷേ തെറ്റാണതൊക്കെ ശരിക്കും. എന്തൊക്കെ തന്നെയാലും ഒരു സതീശനൊരു പോരാളിയായിട്ട് മുന്നിൽ നിന്ന് UDF മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ്. എന്തോ ഇവരെയൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. ഇതൊക്കെ ജനഹിതത്തിനെതിരെ എന്ന് വേണമെങ്കിൽ പറയാം. KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ UDF നേരിടേണ്ടി വരും. ഒന്ന് പാർലമെൻറ്റിലേക്കും ഒന്ന് നിയമസഭയിലേക്കും. അതിൻ്റെ റിസൾട്ട് എന്താവും, ഇപ്പോഴുണ്ടായ റിസൾട്ട് തന്നെയാവും എന്നൊന്നും യാതൊരു പിടിയില്ല. ആളുകൾ അവരുടെ മനസ്സ് മാറിയാൽ ഇതൊക്കെ നേരെ തിരിയും. അതൊക്കെ കേരളം കണ്ടിട്ടുള്ളതാണ് മുൻകാലങ്ങളിലും ഇപ്പോഴും. അപ്പോൾ ബാക്കിയെല്ലാം അവർ തീരുമാനിക്കട്ടെ അല്ലേ. ഓക്കെ, കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.